എറണാകുളം ജനറൽ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചു എന്ന് പരാതി. രോഗിയുടെ കൂട്ടിരിപ്പുകാരോട് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടതിനായിരുന്നു മർദ്ദനം. കാഷ്വാലിറ്റിയിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ജോയ്മോൻ ജോസ് എറണാകുളത്ത് നിന്നുണ്ട്. ജോയ്മോൻ, എന്താണ് ഈ സംഘർഷത്തിലേക്ക്, ഇത്ര വലിയ സംഘർഷത്തിലേക്ക് ആശുപത്രിയിലെ സാഹചര്യം കൊണ്ടുപോയത്? പോലീസ് ഇടപെട്ടിട്ടുണ്ടോ വിഷയത്തിൽ? ആനന്ദ്, ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം നമ്മുടെ എറണാകുളം താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയിൽ അരങ്ങേറുന്നത്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവുമായി ഒരു സംഘം ആളുകൾ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഇയാൾക്ക് സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രവേശിപ്പിച്ച് ഈ രോഗിയുടെ മുറിവുകൾ ഡ്രസ്സ് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടർമാർ ബാക്കി തുടർ ചികിത്സ ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ തന്നെയാണെങ്കിലും ഇവരോട് ആവശ്യം, അതായത് ഈ രോഗിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്, അതായത് ഇവരൊരു 3-4-5 പേരിൽ കൂടുതലുണ്ടായിരുന്നു, ഇവരോട് കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് സാധാരണഗതിയിൽ കാഷ്വാലിറ്റിയിൽ രോഗിയോടൊപ്പം കൂട്ടിരിപ്പുകാരെ ഒരാളെ മാത്രമേ അനുവദിക്കുള്ളൂ. അതിന് പ്രകാരം ഈ ജീവനക്കാരൻ, അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവർക്കൊപ്പം വന്നവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യപ്പെട്ടതാണ് ഇത് ഈ യുവാക്കളെ പ്രകോപിപ്പിച്ചത്. അതായത് ഇവർ പുറത്തു പോകാൻ മടിക്കുകയും പിന്നാലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയുമായിരുന്നു. ഈ മർദ്ദനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ഗുരുതരമായ അല്ലെങ്കിൽ കാര്യമായ പരുക്കളുണ്ട്. ഇയാളെ പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ആശുപത്രിയും അതുപോലെ തന്നെ പരിക്കേറ്റ ആളും പോലീസിനെ സമീപിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നു. വിഷയത്തിൽ ഇടപെട്ട പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മട്ടാഞ്ചേരി സ്വദേശികളായ യുവാക്കളാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർക്കായുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. മുൻപും നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രി ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച പല വീഴ്ചയുണ്ടായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തന്നെ ഡോക്ടർ വന്ദന ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എങ്കിലും ഈ ആശുപത്രികളിൽ ഈ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കാത്തവണ്ണം ഈ ആശുപത്രികൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ പലരും, മുൻപും നമുക്ക് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ ആശുപത്രിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ കാര്യം തന്നെയായാലും കാഷ്വാലിറ്റി, അതായത് രോഗികൾ അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ രോഗികളെ ചികിത്സിക്കുന്ന കാഷ്വാലിറ്റിയിലാണ് ഈ ഒരു അക്രമ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് രോഗികൾ ഈ ആക്രമണത്തിന്റെ സമയം അല്ലെങ്കിൽ ഈ അക്രമ സംഭവം നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിരുന്നു. ആനന്ദ്, ശരി, ജോയ്മോനാണ് വിശദാംശങ്ങൾ നൽകിയത്.